ഗ്രാൻഡ്മാ ഗുരുവായൂരിന്റെ നേതൃത്വത്തിൽ ഗ്രാമോത്സവം സീസൺ 4 നടത്തപ്പെടും. ജനുവരി 19-ന് ദുബായ് ക്രസന്റ് സ്കൂളിലാണ് ഗ്രാമോത്സവം നടത്തപ്പെടുക. പരിപാടിയുടെ ബ്രോഷർ പ്രകാശനം NTV സ്റ്റുഡിയോയിൽ നടന്ന ചടങ്ങിൽ ചെയർമാൻ മാത്തുക്കുട്ടി കടോൺ നിർവഹിച്ചു. ഗ്രാൻഡ്മാ ഗുരുവായൂർ സെക്രട്ടറി ബിജോയ് ഇമ്രാൻകാട്ടിൽ, വൈസ് പ്രസിഡന്റ് അഷ്റഫ് ഇദ്രു വടക്കേക്കാട്ട്, ട്രഷറർ ഇംതിയാസ്, പ്രോഗ്രാം കൺവീനർ നിസാർ ചുള്ളിയിൽ, സെൻട്രൽ കമ്മിറ്റി അംഗം മുസ്തഫ കണ്ണാട്ട് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. NTVയാണ് മീഡിയ പാർട്ണർ. ഗ്രാൻഡ്മാ ഗുരുവായൂർ നിയോജകമണ്ഡലത്തെ പ്രവാസികളെ സംഘടിപ്പിച്ചുകൊണ്ട് പ്രവാസ ലോകത്ത് സജീവമായി കഴിഞ്ഞ 18 വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ്. ഗുരുവായൂർ നിയോജകമണ്ഡലത്തിലെ എല്ലാ കാരുണ്യ പ്രവർത്തനങ്ങളിലും മറ്റ് കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളിലും സജീവമായിട്ട് കഴിഞ്ഞ 15 വർഷത്തോളമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സംഘടനയുടെ വാർഷിക പരിപാടിയാണ് ഗ്രാമോത്സവം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഗ്രാമോത്സവം സീസൺ 4ൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇവിടെ സ്റ്റേജിൽ ബോണി അബ്രഹാമിൻ്റെ ഒരു ബാൻഡാണ്. അതൊരു അറബിക് കൾച്ചറൽ ടച്ചുള്ള ഒരു ബാൻഡാണത്. അതോടൊപ്പം യദുകൃഷ്ണയുണ്ട്. യദുകൃഷ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, പ്രഗത്ഭനായ ഒരു ഗായകനാണ് യദുകൃഷ്ണ. അതോടൊപ്പം നമുക്ക് നമ്മുടെ നാടൻ കലാരൂപമായിട്ടുള്ള ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന തോൽപ്പാവക്കുത്ത് എന്ന് പറഞ്ഞുള്ള ഒരു പരിപാടി കൂടി അരങ്ങേറുന്നുണ്ട്. എല്ലാവരും വരണം. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഉത്സവങ്ങളെല്ലാം, ഏതൊരാൾക്കും നമ്മളൊരു കേരളീയന് ഉത്സവം, നാട്ടിൽ ഉത്സവം വന്നാൽ നമുക്ക് അത് പോകണം, അവിടെ പോകണം, കാണണം എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നുണ്ടാവും. പലർക്കും അത് സാധിക്കാറില്ല. എന്നാൽ ഗ്രാൻഡ്മാ ഗുരുവായൂർ നിങ്ങളുടെ മുമ്പിൽ ആ ഒരു പ്രതീതി ജനിപ്പിച്ചുകൊണ്ട് ഞങ്ങളിവിടെ അവതരിപ്പിക്കാൻ പോവുകയാണ്. എല്ലാവരും വരണം, സഹകരിക്കുക, പങ്കെടുക്കുക, വിജയിപ്പിക്കുക. ഞാനിപ്പോഴും വളരെ സന്തോഷത്തോടെ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ഗ്രാമോത്സവത്തിൽ യുഎയിലെ എല്ലാ സംഘടനകളും ചെയ്യേണ്ട ഒരു കാര്യത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ അവിടെ NTVയിലൂടെ ഗ്രാൻഡ്മാ ആ വേദിയിൽ അവതരിപ്പിച്ചു. സേ നോ ടു ഡ്രഗ്സ്. അവിടെ വന്ന ആയിരക്കണക്കിന് ആൾക്കാർ ഒന്നിച്ചെഴുന്നേറ്റ് നിന്ന് ഒരേ മനസ്സോടുകൂടെ ഞങ്ങൾ ചൊല്ലിക്കൊടുത്ത പ്രതിജ്ഞ, സേ നോ ടു ഡ്രഗ്സ്, ഒരിക്കലും ഡ്രഗ്സ് ഉപയോഗിക്കില്ല എന്നുള്ള പ്രതിജ്ഞ ആയിരക്കണക്കിന് ആൾക്കാർ ആ വേദിയിൽ വെച്ചെടുത്തപ്പോൾ ഈ സംഘടനയെപ്പറ്റി ഞങ്ങൾക്ക് അഭിമാനം തോന്നി. NTV അവിടെ ഉണ്ടാവും, ആ വേദിയിലുണ്ടാവും. ഈ ക്യാമ്പയിനുമായി ഗ്രാൻഡ്മയോടൊപ്പം എല്ലാവിധ ആശംസകളും.